ഒറ്റക്ഷരം വീണോടാ. കൊച്ചിനെ എനിക്ക് എനിക്കടാ എത്ര നേരമായി വിളിക്കുന്നു? ഒരു ദിവസം സ്കൂളിൽ പോണ്ടെങ്കിൽ പിന്നെ അന്ന് മുഴുവൻ കിടന്ന് ഉറങ്ങിക്കണം. കുംഭാരനൻ. കുംഭാരന, ഞങ്ങൾ അമ്പലത്തിൽ പോവാ. നീ വരുന്നില്ലേ? ചായ. അപ്പുറത്ത് വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് പറമ്പിലൊന്നും കറങ്ങി നടക്കാതെ ഇവിടെ ഇരുന്ന് പഠിച്ചോളണം കേട്ടോ. ഞാനും വരുന്നു അമ്പലത്തിൽ. വേണ്ട വേണ്ട, ഇനി നിന്റെ കുളിന്റെ ഓരം കഴിയുമ്പോഴത്തേക്ക് അവിടെ നട അടയ്ക്കും. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാ? ഓ, വിളിച്ചതാ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ആ മോളെ, എന്റെ കുഴമ്പ് തീർന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ആ വൈദ്യശാല ഇത്തിരി കുഴമ്പൂടെ വാങ്ങിച്ചോണ്ട് വരണേ. ഹരേ രാമ 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 ഹരേ 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 രാമ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എപ്പോ നോക്കിയാലും ഈ മാവേലാണല്ലോടാ നീ. മുത്തശ്ശി മരിക്കുമ്പോ ഈ മാവേലെ കൊമ്പ് വെട്ടി വേണം കൊള്ളി വെക്കാൻ. അപ്പൊ മുത്തശ്ശിന് വേണ്ടി ഏത് കൊമ്പാ വെട്ടിയത് മുത്തശ്ശി? മോൻ വാ, വന്ന് കുളിക്ക്. മുത്തശ്ശി, രണ്ടു കുട്ടികൾ ഒരേ സമയം പാൽ കുടിച്ചാ തള്ളേണ്ട നോവില്ലേ? കുട്ടികൾ പരാക്രമം കാണിച്ച ഏതമ്മയ്ക്കാ നോവുക? വാ, വന്ന് കുളിക്ക്. ഞാൻ കുളിക്കുന്നില്ല. എന്നെ മാത്രം അമ്മ ഒരിടത്തും കൊണ്ടുപോയില്ല. സുമചേച്ചി എല്ലായിടത്തും കൊണ്ടുപോകും. നീ പോയാ പിന്നെ മുത്തശ്ശിക്ക് ആരാ അവിടെ കൂട്ടിന്? നമുക്ക് നാളെ പോവാം മോനെ. മോൻ വാ, മുത്തശ്ശി കുളിപ്പിച്ചു തരാം. വാ. വേണ്ട, ഞാൻ തനിയെ കുളിച്ചോളാം. നിൽക്കു മോനെ.
എന്തിനാ മുത്തശ്ശി ഇവിടെ ദിവസം വിളക്ക് വെക്കുന്നേ? അതെ, മരിച്ചുപോയ നമ്മുടെ മുത്തച്ഛന്മാരുടെ ആത്മാക്കള് ഇവിടെ ഉണ്ടാകും. ദിവസവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച എന്താപത്ത് വന്നാലും അവര് കാത്തോളും. മരിച്ചവർ എങ്ങനെയാ തിരിച്ചു വരിക? ഭൂതായിട്ടാ? അതൊക്കെ പറയാം. മോൻ വന്ന് നാമം ജപിക്ക. സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ട് കുമ്പിടുന്നേ, പഠിച്ചതൊന്നും മറക്കാതിരിപ്പാൻ വരപ്രസാദം തരികന്റെ തായേ. ആ രാമ, ഹാ ജഗന്നാഥ, ഹാ രാമ, ഹാ രാമ, ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമാമ്പനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പലജാതി പറകയും കണ്ണീരിലാലോല വാർത്തുകരകയും നന്നായി മുറുകത്തഴുകയും പിന്നെ ചുട ദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മുടെ മാവിന്റെ അച്ഛമാവ് എവിടെയാ മുത്തശ്ശി? മുത്തശ്ശി മരിക്കുമ്പോ ആ മാവ് മുഴുവൻ മുറിക്കണോ? മുത്തശ്ശി, ഇതാ കുഴമ്പ്. പ്രസാദം. അയ്യടാ, സന്ധ്യ സമയത്ത് ഇവിടെ വന്ന് കിടക്കുകയാണോ? വല്ലതും പഠിക്കാനുള്ള നേരത്ത്? എണീറ്റ് പോയിരുന്ന് പഠിക്ക്. അമ്മ ഇത് കണ്ടോ? സുഗ്രീവാജ്ഞ അനുസരിച്ച് സീതയെ അന്വേഷിക്കാനായി വാനരന്മാർ 4 ദിക്കിലേക്കും പാഞ്ഞു. ദക്ഷിണ ദിക്കിലേക്ക് പോയ ഇതെന്താ നടാ? എന്താ മോളെ? ജാമ്പവാനും ഹനുമാനും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ? തേടി അവർ തെക്കേ സമുദ്ര തീരത്തെത്തി. അമ്മേ, ഈ ചെറുക്കൻ എന്റെ പേന കുത്തിപ്പൊട്ടിച്ചു. കൊന്നുകളയും. സുഗ്രീവാജ്ഞ അത്ര ഭയങ്കരമാണ്. കാര്യം കാണാതെ അപ്പൊ ഇത്രയും നേരം ഇതായിരുന്നു അല്ലേ ഇവിടെ ജോലി? കിടന്ന് അമ്മയ്ക്ക് അവനെ ഒന്ന് ശ്രദ്ധിച്ചുണ്ടായിരുന്നോ? അവൻ ഇത്രയും നേരം എന്റെ കൂടെ ആയിരുന്നല്ലോ, പിന്നെ എപ്പോഴാ ഈ വികൃതി കാട്ടിയത്? ഓ, പിന്നെ എപ്പോഴാ? ആ, നീ ചെന്നിരുന്ന് പഠിക്ക്. അച്ഛൻ ഇങ്ങി വരട്ടെ. സുഗ്രീവാജ്ഞ അനുസരിച്ച് സീതയെ അന്വേഷിക്കാനായി വാനരന്മാർ 4 ദിക്കിലേക്കും പാഞ്ഞു. ദക്ഷിണ ദിക്കിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ ജാമ്പവാൻ, ഹനുമാൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും തേടി അവർ തെക്കേ സമുദ്ര തീരത്തെത്തി. സീതയെ കണ്ടെത്താതെ തിരിച്ചു. സുഗ്രീവാജ്ഞ അത്ര ഭയങ്കരമാണ്. കാര്യം കാണാതെ സുഗ്രീവന്റെ അടുത്ത് പോകുന്നതിൽ ഭേദം ഇവിടെ കിടന്ന് ഉപവസിച്ച് മരിക്കുന്നതാണെന്ന് എന്നവർ നിശ്ചയിച്ചു. കണ്ടോ അച്ഛ കൊച്ചനിയുടെ വേല? എന്റെ പേനയെ അവൻ കുത്തിയൊടിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വാനര സംഘം ദക്ഷിണലേക്ക് ലാക്കാക്കി നടന്നു. തങ്ങൾക്ക് നൽകിയിട്ടുള്ള കാലാവധി കഴിയാറായി. ലക്ഷ്യം ഇതുവരെ നിറവേറ്റിയില്ല. കൊച്ചനെ ഇവിടെ വാ. വഴി എടുത്തോണ്ടോ. എവിടെ വാടാ? ഈ കേട്ടതൊക്കെ ശരിയാവടാ? ചോദിച്ചത് കേട്ടില്ലേ? ഈ കേട്ടതൊക്കെ ശരിയാണോന്ന്? നിങ്ങളുടെ പേരാ ചീത്തയാക്കോ? എന്താ ഇത്? മണി തല്ലിയത്. കുട്ടി എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ച് ഇങ്ങനെ തല്ലണോ? തല തിരിഞ്ഞ് വളരട്ട. നാളെ മുതൽ ബസ് ചാർജ് കൂട്ടുക. 1 രൂപ 70 പൈസ ആയിരുന്നത് 2 രൂപയായി. ഇങ്ങനെ പോയാൽ ശമ്പളം മൊത്തം ബസ്സിന് കൊടുക്കാനേ തികയും. നടന്നു പോയാൽ എന്തെന്ന് ആലോചിക്കുക. എന്നാ അതാ നല്ലത്. ഓ പിന്നെ 3-4 കിലോമീറ്റർ നടന്നു വന്നിട്ട് പിന്നെ അത്താഴം ഉണ്ടാക്കണം. അതിനൊരു ജോലിക്കാരിയെ വെക്കണം. ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ എന്റെ ശമ്പളം മുഴുവൻ മാറ്റിവെക്കണം. എന്നാ പിന്നെ ടീച്ചർ നാളെ മുതൽ പോകാതിരിക്കുന്ന നല്ലത്. ഞാൻ പോകാതിരുന്ന പിന്നെ മോളുടെ പഠിത്തകാരി ആരാ ശ്രദ്ധിക്കുന്നത്? സരസ്വതി ടീച്ചറിന്റെ മോളായിട്ടാ മറ്റു ടീച്ചേഴ്സ് അവളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം ടീച്ചർ തന്നെയല്ലേ പറയുന്നത്? ആ, സുമയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നോ? ആ, സ്കൂൾ ഫസ്റ്റാ. പക്ഷെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതെങ്ങനാ? അവധി ദിവസങ്ങളിൽ ഇവിടെ നിന്നിട്ട് വേണ്ടേ?
കൊച്ചനെ എവിടെ? മുത്തശ്ശിയുടെ മുറിയില്ല. വിളിക്ക. പോട്ടെ മക്കളെ, സാരമില്ല, മതി കഴിഞ്ഞത്. കൊച്ചനെ ഉണ്ണാൻ വിളിക്കണോ? മുത്തശ്ശി ഉണ്ണാൻ പറഞ്ഞില്ലേ? ആ വരാം. അവന് വേണ്ടെന്ന് എത്ര വിളിച്ചിട്ടും വരുന്നില്ല. എനിക്ക് വിശക്കണില്ലേ മോനെ? നീ ആരാടാ ഈ വൈരൊക്കെ കാണിക്കുന്നേ? ഒന്ന് ഭക്ഷണം കഴിക്ക. വികൃതി കാണിച്ചു വളർന്നാൽ ഞാൻ തൊലച്ചുകളയും, പറഞ്ഞേക്കാം. രണ്ടിലൊന്നു പോയാൽ ഒന്നേ ഉള്ളെന്ന് വിചാരിക്കും. ഗുളിക നിൽക്കണ സമയത്ത് അങ്ങനെയൊന്നും പറയരുത് രാഘവ. അവൻ ഇനി ഒരു കുസൃതിയും കാട്ടൂല. അമ്മേ, സ്കൂളിൽ നിന്ന് മൃഗശാല കാണാൻ പോകുന്നു. എല്ലാവരും 5 രൂപ വീതം കൊണ്ടുവരാൻ പറഞ്ഞു. നിനക്ക് അച്ഛൻ പോകുന്നതിന് മുമ്പ് ചോദിച്ചൂടായിരുന്നോ? എന്നും പോകാൻ നേരത്താ അവന്റെ ഓരോ ആവശ്യങ്ങള്. എന്നാ പൈസ. പോട്ടെ മുത്തശ്ശി. ടാറ്റാ. അമ്മേ, ഞങ്ങൾ ഇറങ്ങുന്നു. പോയിട്ട് വാ മക്കളെ. മോള് വാ. പോണേ മുത്തശ്ശി. പോയിട്ട് വാ, പോയിട്ട് വാ. നിന്റെ കൽബില് ബേജാറെന്താണെന്ന് അറിയോ എനക്ക്? തിന്നുമ്പോ തിന്നണം, കുടിക്കുമ്പോ കുടിക്കണം. നസീമേന്നൊന്ന് വിളിച്ചൂടെ എനക്ക്? പേടിച്ചില്ല. ചേച്ചിക്ക് ആടിനോട് സംസാരിക്കാറിയോ? ആ, നാസറവിടെ വീടിന് മറത്ത് നോക്ക്. വാ. കൊച്ചനെ, ഞാൻ അവിടെ വെച്ച മുട്ട എല്ലാം വിരിഞ്ഞു. എവിടെ? എത്ര വിരിഞ്ഞു? 2 എണ്ണം പോയിട്ട് ബാക്കി എല്ലാം വിരിഞ്ഞു. ഹായ്. ഞാൻ റെഡി. പകുതിയുള്ള എന്താണ് രാവിലെ കൂട്ടുകാരനോട് കൊടുക്കണത്? ഓറഞ്ച്. അല്ല, ഇതാരപ്പാ? കൊച്ചനിയാ? ആ, എന്താ മോനെ, അച്ഛൻ ജോലിക്ക് പോയാ? പോയി, രാവിലെ പോയി. ഈ ചെറുക്കൻ പഠിക്കാൻ എങ്ങനെ സ്കൂളില്? ടീച്ചറെ നിന്ന് പെരുത്ത് തല്ലി കിട്ടുവോ? ഇല്ല, നാസർ നല്ലോണം പഠിക്കും. പഠിക്കും. പുണ്ണാക്ക് തീർന്നു. കൊച്ചനി കേട്ടോ നമ്മുടെ വീടര് പറയണത്? നമ്മൾ എപ്പോഴും പിണ്ണാക്കാ തിന്നണതെന്ന്. ഇതോടുകൂടി അതിന്റെ വക തീർന്നെന്ന്. കരിമാ. നാസർ,
വരുമ്പോ ഒരു ഡപ്പി കൺമഷി വാങ്ങിച്ചോണ്ട് വരണം. കപ്പലണ്ടിക്ക് പൈസ? കപ്പലണ്ടി ഒന്നും തിന്നണ്ട, പോ. എല്ലാരിക്കൂടാ പോട്ടെ ചേച്ചി. രമേശൻ പോയി. മണിയുണ്ട്. മണിയണ്ട, നീ സ്കൂളിൽ പറഞ്ഞില്ലേ? ഇല്ല, അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞു. എന്നാ ഞങ്ങള് പോട്ടെ. ആ ശരി. ഏയ് നിക്ക, ഞാനും വരുന്നു. നീ നേരത്തെ പോയതല്ലേ, പിന്നെങ്ങനെ ഞങ്ങളുടെ പുറകിലായി പോയത്? നിങ്ങളെ ഞാൻ കണ്ടു, പക്ഷെ വിളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. നിനക്കൊന്ന് സ്കൂളിൽ പോണ വഴിക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലോടാ. വാ പോവാ. കലിസാറിന്റെ ക്ലാസ്സിൽ ഒന്ന് ചോദ്യം ചോദിക്കോ? ഇന്നലെ പഠിപ്പിച്ച പദ്യം മുഴുവനും കാണാൻ പഠിച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നു. എന്റെ അമ്മയെ ഞാനൊന്നും പഠിച്ചില്ലേ? നേരായി, വാ പോവാ. എന്താണോ സാഹിബ് എനിക്ക് നമ്മളെയൊക്കെ കാണുമ്പോ ഒരു പോസ്? സോറി. അതെ, മലയാളം പറഞ്ഞ അറിയാം. സോറി, ഐ ആം നോട്ട് ഫ്ലുവന്റ് ഇൻ മലയാളം. എന്തുവാടാ പറഞ്ഞേ? എന്തോ സുഖമില്ലെന്നാ, ഫ്ലൂ എന്നോ മറ്റോ ആണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, മൈൻഡ് യുവർ ബിസിനസ്. ഓ, ഇവന് ബിസിനസ് ഉണ്ടോ? വേണ്ടടാ, കലി ഓടിക്കോ. നിന്നെ പല ദിനമോരോ നാളിൽ ബലഭദ്രനുജ. നമസ്കാരം സാർ. ഈ സാറിന് ദേഷ്യം ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ. സാർ ഒരു സ്ത്രീ വിദ്വേഷം എന്ന് വെച്ച് അത് നമ്മളോട് കാണിക്കണോ? ഒന്നുമില്ലെങ്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ? ആ, അത് തന്നെ. സാറിനെ കൊണ്ടേ ഒരു കല്യാണം കഴിപ്പിച്ച എല്ലാ ദേഷ്യവും തീരും. ടീച്ചേഴ്സ് ആയാൽ ടീച്ചേഴ്സിനെ പോലെ പെരുമാറണം, അല്ലാതെ ഒരുമാതിരി കോളേജ് കുമാരിമാരെ പോലെ പെരുമാറരുത്. എന്താ സാർ, എന്ത് പറ്റി? നമ്മുടെ ലേഡി ടീച്ചേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിലിപ്പോ എന്താണ് ഇത്ര അപാകതയുള്ളത്? സാറിന് ഇന്നലെ കളിയില്ലായിരുന്നോ? കളിയില്ലായിരുന്നെന്നോ? കഴിഞ്ഞ 7 ദിവസമായിട്ട് നിർത്താതെ കളിയല്ലയോ? ഇന്നലെ നളചരിതൻ 2-ാം ദിവസം, എന്റെ രംഗപ്രവേശന സമയം. അതായത് കലിയുടെ? അതേ, കലിയുടെ പ്രവേശന സമയമായപ്പം ഉറങ്ങിക്കിടന്നവർ ചാടി എണീറ്റു, ഉണർന്നിരുന്നവർ ഭയന്നു വിറച്ചു. വളരെ ഗംഭീരമായിരുന്നെന്നാ അഭിപ്രായം. ഇന്ന് രാവിലെയാ വീട്ടിലെത്തിയത്. വന്നു, കുളിച്ചു, നേരെ ഇങ്ങോട്ട് പോന്നു. ക്ലാസ് കഴിഞ്ഞ് നേരെ കളിക്ക് പോണം. Sit down, sit down. Silence. Himasri. ഹാജർ സാർ. കൊച്ചനിയൻ. ഹാജർ സാർ. നാസർ. ഹാജർ സാർ. നിഷ. ഹാജർ സാർ. പ്രവീൺ. വന്നില്ല സാർ.
രമേശ്, ഉണ്ട് സാർ. ഇത്രയും നേരം എവിടെ ആയിരുന്നടാ? ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. പോയി കാലി കഴിച്ചു പറ. അശുദ്ധി ഉള്ളിടത്ത് സരസ്വതി വിളയാടത്തില്ല, പകരം മൂദേവിയായിരിക്കും. നമുക്ക് നളന്റെ കാര്യം തന്നെ എടുക്കാം. എങ്ങനെയാണ് കലി നളനെ ബാധിച്ചത്? വർഷങ്ങളോളം കലി നളന്റെ പുറകെ നടന്നിട്ടും നളനി പ്രവേശിക്കാൻ പറ്റിയോ? എന്തുകൊണ്ട്? നളൻ ശുദ്ധനായിരുന്നു, സൽഗുണ സമ്പന്നനായിരുന്നു. പക്ഷേ ഒരു ദിവസം കാൽ കഴുകിയപ്പോൾ നിസാരം. കയറിയിരിക്കെ. ഉപ്പൂറ്റി നനഞ്ഞില്ല. തക്കം പാർത്തിരുന്ന കലി ആ ഭാഗത്തുകൂടി നളനിൽ പ്രവേശിച്ചു. കലി ഏതു ഭാഗത്തുകൂടി നളനിൽ പ്രവേശിച്ചു? ഇയാള് പറയൂ. എണീക്കടാ, എണീക്കടാ, കൈനീട്ട്. നമ്മളെ കാക്കാത്ത കൈതയോല ഞങ്ങൾക്ക് വേണ്ടാത്ത കൈതയോല. 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 ഒഴുകിപ്പോ, ആറ്റേപ്പോ, കടലിൽ പോ, ഏഴാം കടലിനക്കരെ പോ. ഇന്ന് അടി കിട്ടിയോ? കിട്ടിയല്ലേ? എന്നെ സഹായിക്കാനാണ് നാസർ അടിയിട്ടത്. കൊച്ചനിക്കും കിട്ടി അടി. എന്തിനാ അടി കിട്ടിയത്? കളിസാറിന്റെ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചപ്പോ കൊച്ചന് വേറെന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. കൊച്ചനിയൻ എപ്പോഴും കിനാവ് കാണല്ലേ ജോലി? എന്താ ഈ എഴുതി വെച്ചിരിക്കുന്നേ? അറിയിച്ചു കൊട്ടട്ടെ എന്ന്. ചുമ്മാതല്ല അടി കിട്ടിയത്. അക്ഷരം പോലും ശരിക്കും എഴുതാനറിയില്ല ഹിമാറിന്. വാ. ഹായ് തവിയപ്പം. കൊതി വിടാതെ ഇപ്പൊ തരുമല്ലോ. എനിക്കതെന്താ ചേച്ചി? തരാം. കൈടാടാ, ഞാൻ വെന്തോ നോക്കിയല്ലേ. ഉണ്ടായിടാ. നല്ല ചൂടല്ലേ? കൊള്ളാം. കൊച്ചനെ, ദേ ട്യൂഷൻ മാസ്റ്റർ വരുന്നു. എന്താ കൊച്ചിന് ഇവിടെ നിന്ന് കളഞ്ഞത്? ട്യൂഷൻ വരുന്നില്ലേ? ഞാൻ പോണേ. ഞാൻ പോണേ.
നോക്കിയിരിക്കുന്നേ? കണക്ക് ഒരാൾ 30 രൂപ വിലയുള്ള 50 ഓഹരികൾ വാങ്ങുന്നു. ഓഹരികൾ വാങ്ങുന്നു. അത് 45 രൂപ കമ്പോള വിലയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭം എത്ര? നിക്കു മോനെ, പതുക്കെ നടക്കും മോനെ. മുത്തശ്ശിക്ക് വയസ്സായില്ലേ? നിങ്ങളെയൊക്കെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റുമോ? പണ്ടിതുപോലെ നിന്റെ അച്ഛനെയും കൈക്ക് പിടിച്ച് ഇതേ വഴിയിലൂടെ ഞാൻ നടന്നിട്ടുണ്ട്. മഹാവികൃതിയായിരുന്നു അവൻ. ചേറ് കണ്ടാലുടൻ അതിൽ ചവിട്ടി നടക്കണം. ചേറ് ചവിട്ടി വന്നാ അവനെ ഞാൻ അമ്പലത്തിൽ കയറ്റൂല. അവൻ പുറത്ത് നിൽക്കും. എവിടെ നോക്കിക്കൊണ്ടാ നടക്കുന്നത്? മേലത്രയും ചെളിയാക്കിയല്ലോ. എണീക്ക്, നടക്ക്. എന്താ മോളെ, പനി കുറവില്ലേ? ഓ, പൊള്ളുന്ന ചൂടാണല്ലോ. ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് കിടക്കുന്ന കിടപ്പ് കണ്ടോ? എന്താ, എന്തു പറ്റി? മോള് കിടക്കുന്ന കിടപ്പ് കണ്ടോ? നീ പോടാ അപ്പുറത്ത്. സ്കൂളിൽ പോവാൻ നോക്ക്. ഇനി അവനും കൂടെ കിടന്ന ആകെ പണിയാവും. കുളിരുന്നുണ്ടോ മോക്ക്? കുരുമുളക് കാപ്പിയിട്ട് തരട്ടെ? മോക്ക് തലവേദനയുണ്ടോ? മരുന്നിരിപ്പില്ലേ? ഇല്ല. സാരമില്ല, അച്ഛൻ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. ഒന്നും തരില്ല. ഞാൻ പിടിക്കാൻ ചേച്ചി. പിടിച്ചോ? സൂക്ഷിച്ചോ? പിടിക്ക് പിടിക്ക് പിടിക്ക്. കരയാതെ കൊച്ചിനി, കരയാതെ. എന്താ, എന്ത് പറ്റി? നമ്മുടെ ആട് ഓടിയപ്പം കൊച്ചിനെ പിടിക്കാൻ ചെന്നു. അപ്പൊ തട്ടി വീണതാ. നിന്നെ കൂടെ തോറ്റല്ലോടാ. എന്താ? അയ്യോ, കൊണ്ടാലേ നിനക്ക് മനസ്സിലാവൂല്ലേ? ആട്ടെ അമ്മ, ആ ഐഡിനും പഞ്ഞി എടുത്തേ. സാരമില്ല. വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ മേല. അപ്പാച്ചൻ പറയുന്നു സാരമില്ലെന്നു. സാരമില്ല മോനെ. എന്താണ്ട് എല്ലാരും കൂടെ നടക്കാൻ സമ്മതിക്കാതെ വഴിയിൽ. ഒരു പേര് ഇവിടെ പോയപ്പോ
കുഴി വീഴുമ്പോ അവ എന്റെ അമ്മൂന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ചോദിക്കാം, നിനക്ക് മലയാളം അറിയാമോന്ന്. ഓടിക്കോ. ഗുണശാലിനി കേൾക്കനീ രുചിര ഗുണ നന്നാവില്ല. എന്നെ പഠിപ്പിച്ചിട്ടുള്ള മാഷ. സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം അറിഞ്ഞു ഇവനാ ചെയ്തതെന്ന്. കവല വന്നപ്പോഴേ അറിഞ്ഞു വിശേഷം. ഇവൻ നന്നാവത്തില്ലതേ. ഇത് ചട്ടം പഠിപ്പിച്ചു വെക്കണം, എന്തായാലും പഠിക്കൂ. വന്നിരിക്കുന്നു. ദേഷ്യം വന്നാൽ ഇങ്ങനെയുണ്ടോ? കണ്ണും കാണത്തില്ല, സ്വന്തം കുട്ടിയാണെന്ന് നോട്ടമില്ല. അവന്റെ തൊട മുഴുവൻ പൊട്ടി. അവൻ എഴുന്നേറ്റില്ലേ? ഇല്ല, അവൻ ഉറങ്ങാ. എഴുന്നേക്ക്, സ്കൂളിൽ പോണ്ടേ? എഴുന്നേക്ക്, 6 മണിയായി. ആ ശിവശംഭോ ശംഭോ ശിവശംഭോ. മോനെ, കൊച്ചിനി എഴുന്നേക്ക്. എഴുന്നേക്കാനാ പറഞ്ഞത്. നേരെ ഒരുപാടായി. അമ്മേ, ചായ. ആഹാ, സാറെണീറ്റോ? അച്ഛൻ പോയി കഴിഞ്ഞ ഉടനെ നീ കിടന്ന് ഉറങ്ങിയല്ലേ? ഇനി എപ്പോഴാ സ്കൂളിൽ പോണേ? അത് ഞാൻ പൊയ്ക്കളാം, ചേച്ചി വരണ്ട. നിനക്ക് പറഞ്ഞ് ഞാൻ പോണോ? മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും എപ്പോഴും വഴക്കാം. കണ്ണും തിരുമിയിരിക്കാതെ എളുപ്പം സ്കൂളിൽ പോകാൻ നോക്കു കൊച്ചിനി. ഇതാ ചോറ്. അമ്മേ, ഞങ്ങൾ ഇറങ്ങുന്നു. കൊച്ചനിയെ വേഗം റെഡിയാക്കി സ്കൂളിൽ വിടണേ. എവിടാ മോനെ? നോക്കട്ടെ. കഷ്ടം, വേവില്ലാതെ അവൻ ഇങ്ങനെ അടിച്ചു കളഞ്ഞല്ലോ. സാരമില്ല, അച്ഛനല്ലേ മോനെ. ചിലപ്പോ അടിക്കും, ചിലപ്പോ സ്നേഹിക്കും. ഒക്കെ മോൻ നന്നാവാനല്ലേ. അല്ല, എന്നെ അച്ഛന് ഇഷ്ടമില്ല. ആര് പറഞ്ഞു ഇഷ്ടമല്ലാന്ന്? അതൊക്കെ മോന്റെ ഒരു തോന്നലല്ലേ. കുഞ്ചിയമ്മയ്ക്കും കൂട്ടുകാർക്കും കൂട്ടുപോകാൻ കുടവയറൻ.
ഇതൊക്കെ എന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നതാ മുത്തശ്ശിക്ക് കളിക്കാൻ. ഇനി ഇതൊക്കെ മോനെടുത്തോ. ഇത് മുത്തച്ഛന്റെ വെള്ളിക്കടുക്കനാ. മുത്തശ്ശൻ ഇതൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഒന്ന് കാണേണ്ടത് തന്നെയാ. മുത്തശ്ശിക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ മുത്തശ്ശി ഇത് എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ മുത്തശ്ശിയുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. ഇനി ഇത് മോനിരിക്കട്ടെ. മോൻ എന്തെങ്കിലും പ്രയാസം വരുമ്പോ മോൻ ഇതെടുത്ത് തുറന്ന് മുത്തശ്ശനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ മോന്റെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. പഠിച്ചു വലിയ ആളായി വരും. അപ്പൊ അച്ഛന്റെ തല്ലും മേടിക്കണ്ട, അമ്മയുടെ വഴക്കും കേൾക്കണ്ട. മോനിത് വെച്ചോ. റോസ് ഞാൻ അവിടെ നട്ടു. നട്ടെങ്കിൽ ഇറക്കിയെടുക്ക്. നിനക്ക് എപ്പോഴും തർക്കം തന്നെ. നീ അങ്ങോട്ട് മാറ്, ഞാൻ നടട്ടെ. അത്രയ്ക്കായോ നീ? എന്താ കൊച്ചിനെ ഓടുന്നേ? പ്രാണ പറഞ്ഞിട്ടു. കൊച്ചിനൊന്നും ചെയ്തില്ലേ? നാസറോടെ ദാ കിണറ്റുകര ഒന്ന് കുളിക്കുന്നു. നാസറേ, ഇതാര്? നമ്മുടെ പ്രാവ് പറന്നുപോയി. ആ സുമചേച്ചിനെ പറത്തു വിട്ടു. വേഗം വാ, ആ വയലിൽ കാണും. നമുക്കൊന്ന് നോക്കാം. ദാ വരുന്നു. ഏടാ തലയിൽ വെള്ളം ഒഴിച്ചോണ്ട് ഓടാതെ, പനി പിടിക്കും. ജിങ്ക് ചക്ക് ജാ ജിങ്ക് ചക്ക്. അതെവിടെ പോയല്ലോ? കിട്ടിപ്പോയി. മണിയണ്ണനെ ഇപ്പൊ ക്ലാസ്സിൽ കാണാറില്ലല്ലോ. ഞാൻ പഠിത്തം നിർത്തി. അച്ഛൻ പറഞ്ഞു പഠിക്കാൻ പോകണ്ടെന്ന്. മണിയണ്ണന് പഠിക്കാൻ ഇഷ്ടമില്ലേ? ഇഷ്ടമല്ലാത്തോണ്ടല്ല, ഇന്നുള്ള കാലത്ത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അച്ഛൻ പറയുന്നത്. ആ നേരത്ത് വേലയിൽ 4 കാശുണ്ടാക്കാൻ. അമ്മൂമ്മ സ്കൂള് വിട്ടോ? അമ്മൂമ്മ ഏത് ക്ലാസ്സിലാ? LKG-ലാടാ. പോരാ പിള്ളേരെ. ഞാൻ ആ വഴിക്ക് വരുന്നില്ല. ഇല്ല, പൊയ്ക്കോളി. നീ കണ്ടോ? പറയ്, നീ കണ്ടോന്ന്. അങ്ങനെ പറയ്, കണ്ടില്ലാന്ന്.
ആട് കണ്ടെന്നാ പറഞ്ഞത്. മൃഗഭാഷ എനിക്കും നല്ലോണം അറിയാം. ഓ സ്കൂൾ ഇലക്ഷന് കൊച്ചിനി മത്സരിക്കുന്നു. കുറെ തല്ലിപ്പൊളി പിള്ളേരുമായിട്ടാ ഇപ്പൊ കറക്കം. നല്ലോണം ഒന്ന് വരട്ടിയില്ലെങ്കിൽ പിന്നെ നേരെയാക്കാൻ പാടാ. അവനെവിടെ? എന്തൊക്കെ കൊച്ചനെ ഇവിടെ വാടാ. ചെറുതായിട്ടൊന്ന് വരട്ടിയാ മതി. ഒരുപാട് വഴക്കൊന്നും പറയണ്ട. അവൻ അനുസരിച്ചോളൂ. ഇവിടെ വാടാ. എന്തിനാ നിന്റെ പുറപ്പാട്? തീറ്റീന്തെന്ന് വളർത്തി വിടുന്നത് വഴി കിടന്ന് വല്ലവന്റെ തല്ലുകൊള്ളാനല്ല. മര്യാദയ്ക്ക് വളർന്നില്ലെങ്കിൽ കയ്യും കാലും തല്ലി ഓടിച്ചാൽ വിടും. പറഞ്ഞേക്കാം. ഓക്കോ? മര്യാദയ്ക്ക് വളർന്നില്ലെങ്കിൽ കയ്യും കാലും തല്ലി ഓടിച്ച് ഞാൻ വിടും. പറഞ്ഞേക്കാം. സരസ്വതി, നീ എന്റെ ബ്രീഫ് കേസിൽ നിന്ന് രൂപ വല്ലതും എടുത്തോ? ഇല്ല. എന്തേ? ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചിട്ടല്ലേ എടുക്കാറുള്ളൂ. എന്താ രൂപ വല്ലതും പോയോ? എന്ത് പറഞ്ഞാലും ചാടി കടിക്കാൻ വരാതെ 500 രൂപയാ പോയത്. 500 രൂപയോ? അതാ പണയപ്പണ്ട് എടുക്കാൻ വെച്ചിരുന്ന രൂപയായിരുന്നു. അത് പിന്നെ ആരെടുക്കാനാ? അതാ ഞാനും ആലോചിക്കുന്നു. ഒരു നേതാവ് വന്നിട്ട് മുട്ടായി കൊണ്ട് ജയിച്ചെന്ന് കരുതിയാലും വിലക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് നിന്റെ മുട്ടായി വേണ്ട, ഒന്നും വേണ്ട. എന്താ ഇവിടെ ഒരു ബഹളം? മാത്തുക്കുട്ടി എല്ലാവർക്കും മുട്ടായി കൊടുത്തു സാർ. എണീരടാ, ഇവിടെ വാ. ഇയാൾ കുട്ടികൾക്ക് മുട്ടായി കൊടുത്തോ? അതെ സാർ. സ്കൂളിൽ വരുന്നത് പഠിക്കാനോ അതോ പിള്ളേർക്ക് മുട്ടായി കൊടുക്കാനോ? ഇനി കൊണ്ടോടാ കയ്യിലെ? ഉണ്ട് സാർ. എങ്കിൽ ഒരെണ്ണം ഇങ്ങെടുക്ക്. ആര് മുട്ടായി തന്നാലും വാങ്ങിച്ച് കഴിച്ചോളണം. അതിൽ അപാകത സ്റ്റാൻഡ് അപ്പ്. റൈറ്റ് ഹാൻഡ് ഫ്രണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സിറ്റ് ഓൺ. എല്ലാരും പുസ്തകമെടുത്തോ. ഇന്നലെ പഠിപ്പിച്ച പാഠമെടുക്ക്. ആ പാഠം കഴിഞ്ഞു സാർ. എന്നാൽ പുതിയ പാഠം ഓണാവധി കഴിഞ്ഞെടുക്കാം.
അല്ലേ? എനിക്കെന്താ മുത്തശ്ശി പുതിയ ഉടുപ്പ് വാങ്ങി തരാത്തെ? അൽഹംദുലില്ലാഹ്. നാത്തൂന്റെ കത്താണ്. നസീമ, എന്റെ കണ്ണാടി ഇങ്ങെടുക്ക മോളെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള ഇക്കാക്കാക്ക് ലൈല എഴുതുന്നത്. അവിടെ നാത്തൂനും കുട്ടികൾക്കും ക്ഷേമം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇങ്ങോട്ടൊന്നും വരാത്തത്? ശരി, ഇത് നീ വായിച്ചിട്ടുണ്ടാവില്ലേ? വായിച്ച്. എന്താ എന്റെ അഭിപ്രായം? ഇങ്ങള് പോണം. എന്നിട്ട് അവിടെ കഴിയണം. മനസ്സില്ലെങ്കിലോ? ഈ പറക്ക മുറ്റാത്ത രണ്ടെണ്ണത്തിനെ നിന്നെയും പിടിച്ച് പുറത്തിറങ്ങിയ ശേഷം അവളും അവളുടെ കെട്ടിയവന് എവിടെയായിരുന്നു? ഈ വാടക വീട്ടിൽ തന്നെ കിടന്നാ പെണ്ണിനെ ഇറക്കി വിടണ്ടേ? എന്റെ മോള് വിക്കാച്ചിറക്ക എന്ന് ഞാൻ പറഞ്ഞില്ലേലും ധ്വനിയതാണ്. ഇങ്ങളായി ഇങ്ങളുടെ ബന്ധുക്കളായി ഞാനൊന്നും മുണ്ടിടില്ല. അതാ ശരി, നീയൊന്നും പറയണ്ട. ഇത്രയും നാളെ നമ്മളുടെ കഴിഞ്ഞു. വല്ല ബുദ്ധിമുട്ടും ഉണ്ടായോ? നിന്റെ മകൾ വളർന്നില്ലേ? മതി മതി, നിർത്തി. ഇനി കഞ്ഞി കുടിച്ചിട്ട് പറയാം.
ഇവിടെ കിടന്ന ചാരികസേര ഇവിടെ ദാണ്ടെ അകത്തെ തളത്തിനുണ്ട്. തറ കഴിയപ്പോ മാറ്റിയിട്ടതാ. കല്യാണത്തിന് എന്തെങ്കിലും ഇങ്ങോട്ട് കൊടുക്കണ്ടേ? പോകുന്ന വഴി വാങ്ങാം. കൊച്ചിനെയും കൂടെ വരുന്നുണ്ടെന്ന്. സുമം വരുന്നില്ലേ? ഇല്ല, അവള് വരുന്നില്ലെന്ന്. ചേട്ടൻ പോയി പ്രസന്റേഷൻ വാങ്ങി വരുമ്പോഴേക്കും ഞാൻ കൊച്ചിനെ ഒരുക്കാം. ഓ, എന്റെ സെലക്ഷൻ ശരിയാവില്ല. നീ ഇവിടെ വാ. കൊച്ചനെ ഇവിടെ ഒരുങ്ങിയിരിക്കട്ടെ. തിരിച്ചു വരുമ്പോ കൂട്ടിക്കൊണ്ടുവാ. കൊച്ചിനി, നീ ഒരുങ്ങി നിൽക്കേ, ഞങ്ങൾ ഇപ്പൊ വരാം. സമയം കൂടുതലായല്ലോ. എന്താ കല്യാണത്തിനല്ലേ? ഇറങ്ങൂ. വാ. മോൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവനവിടെ നിൽക്കണപ്പാ. അയ്യോ, എന്ത് പറ്റി? അയ്യോ, കൈ മുറിഞ്ഞാലോ എന്റെ ദൈവമേ. എന്താ അവിടെ? എന്താ എന്ത് പറ്റി രാഘവ? കസാരയുടെ പടി തെറ്റി വീണതാ. കൈ മുറിഞ്ഞോ? ഞാൻ നാട്ടിൽ പോവാ. എവിടെ മാഷിന്റെ വീട്? എന്തിനാ പോണേ? എന്റെ അമ്മ എനിക്ക് ഹിന്ദുവാ? എന്താ അങ്ങനെ തോന്നാൻ? പേര്? മുരളീധരൻ. ആ, കൊച്ചനിയാ? കൊച്ചനിക്ക് സൈക്കിളിൽ കയറണോ? എന്നാ വാ, പഠിപ്പിക്കാം. പഠിക്കാൻ പേടിയുണ്ടാ? ആ, നേരെ നോക്ക്. നേരെ നോക്കന്ന്. വീഴില്ല. ആ, ഏയ് പേടിക്കണ്ട. ഒരു സെക്കൻഡേ. ഇല്ലാന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ആ ആ ശരി. ആ, മുമ്പോട്ട് നോക്കിയാട്ടെ. ആ, പേടിക്കാൻ എന്തായിരിക്കുന്നു? ആ, ഞാൻ പഠിച്ചിട്ടെ. അസ്സലാമു അലൈക്കും. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. നേരെ നോക്കന്നേ.
എന്താ അളിയാ ഒന്ന് നോക്ക് പോലും ചെയ്യാത്തത്? നോട്ടം പോയി സൈക്കിളിലാണെന്ന് അറിഞ്ഞൂടെ? നോട്ടം തെറ്റിയാ കുട്ടി വീഴും. ആ മോനിറങ്ങ്. ഞാനൊരു കുടുംബം മുഴുവൻ വീഴാനുള്ള വക്കത്തല്ലേ? ഓ, അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ വീടും പറമ്പും ആർക്കും വേണ്ട. ഞാനത് എടുത്തോണ്ട് കാശ് തരണം. ഓ, സഹോദരിക്ക് ഇക്കാക്കാനോട് എന്ത് സ്നേഹം. പിന്നെ കുടുംബത്തിൽ താമസിക്കാനൊരു ക്ഷണവും. ശവത്തിൽ കുത്തലേളിയാ. ഇവിടെ ഇരിപ്പുണ്ടറിയണം. വാടകയ്ക്കാ താമസം. മുകളിൽ ആകാശം, താഴെ ഭൂമി. ആളിയനൊരു കാര്യം ചെയ്. അത് ആർക്കെങ്കിലും കൈയടിച്ച് കാശ് വാങ്ങാൻ നോക്കാം. മാമ ചായ കുടിക്കാൻ വാ. ഓ വേണ്ട, മതിയായി. ഞാൻ പോകുന്നു. ഗ്രാമഭംഗി എല്ലാരും പഠിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. കൊച്ചണി ചൊല്ലു. മഴണി കാലുകൾ തിങ്ങി വിങ്ങി മഴ കാന്തിയിൽ മുങ്ങി മുങ്ങി കരലും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാഴ്ച ഗ്രാമഭംഗി. ഇരിക്കൂ അനിത. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക്കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസ്യ ഗ്രാമഭംഗി. രമേശ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസ്യ ഗ്രാമഭംഗി. മിനി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസ്യ ഗ്രാമഭംഗി. കൊച്ചനി പുസ്തകം എടുത്തോണ്ട് കൂടെ ചെല്ലു. ആ മോൻ ഊണൊക്കെ കഴിച്ചോ? കഴിച്ചു. പിന്നെ ഞാൻ വന്നതൊരു കാര്യം പറയാനാ. നമ്മുടെ മുത്തശ്ശിക്ക് രാവിലെ അസുഖമുണ്ടായി. ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് സൂക്കേട് കൂടി. മോൻ വിഷമിക്കുകയും ബഹളം വയ്ക്കുകയും ഒന്നും ചെയ്യരുത്. നമ്മുടെ മുത്തശ്ശി നമ്മ വിട്ടുപോയി.
നില്ല്, ഇപ്പൊ പോവാ, പെട്ടെന്ന് അഴിച്ചോട്ട്. ശരി. ആ, എന്താ നാസറേ, ഇന്ന് സ്കൂള് നേരത്തെ വിട്ടാ? ആ, നീ ഇങ്ങനെ വെറുതെ കരഞ്ഞു കരഞ്ഞു നിന്നാൽ എങ്ങനാ? എന്നും അതിനെ ഇവിടെ കെട്ടിയിടാൻ പറ്റുമോ? ഈ കരുമന് ഞാൻ കൊണ്ടുപോണു, ബാപ്പ പറഞ്ഞിട്ടാ. നസീമാക്കൊരു വിഷമം പോലെ. റഹ്മാനിക്ക് വരുമ്പോ പറഞ്ഞേക്കണം കേട്ടാ, കാശ് ഞാൻ ഇവിടെ എത്തിച്ചേക്കാമെന്ന്. നീ കിടന്ന് കരയാതെ വേണ്ടേ? മുട്ടനാടിനെ വളർത്തുന്ന ഇതിനൊക്കെ തന്നെയാ. ഞാൻ ആടിനെ എവിടെയാ കൊണ്ടുപോകുന്നേ? അറുക്കാൻ. മുട്ടനാടിനെ പിന്നെ അറുക്കാനില്ലാതെ എന്തിനാ വളർത്തണേ? പെണ്ണാടാണെങ്കിൽ പ്രസവിക്കുകയും ചെയ്യും, പാലും തരും. പറഞ്ഞാ എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എന്തേ? കണ്ണടയ്ക്കുമ്പോ നമ്മുടെ മുട്ടനാടിന്റെ രൂപം. കഷ്ടം തന്നെ. അതിനിപ്പോ എന്തായി പോയി? അതിനെ കൊല്ലാൻ കൊടുക്കണ്ടായിരുന്നു. കൊന്നില്ലെങ്കിൽ പിന്നെ മേശപ്പുറത്തിരുന്ന് എങ്ങനെ അമിണമിണാന്ന് അകത്താക്കുന്നത്? വിൽക്കാതെ വീട്ടിൽ നിർത്തിയ തീറ്റ കൊടുത്ത് മുടിയും. ആ, ബാപ്പ പറഞ്ഞിട്ടാ ഇപ്പൊ തന്നെ കൊടുത്തത്. നാസറിന്റെ വാപ്പ എനിക്ക് വലിയ ഇഷ്ടാ. കൊച്ചനയുടെ അച്ഛന് ഇഷ്ടമല്ലേ? ആ, പക്ഷേ സുമ ചേച്ചിയോടാ അച്ഛന് കൂടുതൽ ഇഷ്ടം. അത് നിനക്ക് തോന്നുന്നതാ. ഞാൻ ഇളയതായതുകൊണ്ടല്ലേ ഇവിടെ വാ നാസറേ, നാസറേ അവിടെ പോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വിളിക്കുന്നത്. എന്നെ ഒരു നേരം കണ്ടില്ലേ പിന്നെ ബാപ്പ കറങ്ങി വീണത് തന്നെ. അങ്ങനെയൊന്നും അല്ല. എടുത്തോ, ദാ ഇപ്പൊ തരാം. വേണ്ട, വരയ്ക്കണ്ട, ഇങ്ങനെ തന്നാ മതി. അവരവരുടെ സാധനം വെച്ച് വരച്ചാ മതി. നിനക്കിപ്പോ എന്തിനാ സ്കെയില്? നീ ഇപ്പൊ വരയ്ക്കുന്നില്ലല്ലോ. എന്താ അവിടെ? ഓ, തുടങ്ങി രണ്ടും കൂടെ. എന്തോന്നാടാ കാര്യം? എന്റെ സ്കെയിൽ എടുത്ത് പിടിച്ചു. ഇല്ലമ്മേ, ഇവൻ പിടിച്ചെടുത്തതാ. നീ എന്തിനാ പിടിക്കാൻ പോയത്? അത് അവളങ്ങ് തരുമായിരുന്നല്ലോ. വേണ്ട വേണ്ട, ഇന്നാളെ സുമത്തിയുടെ പേന എടുത്തപ്പോ എനിക്ക് അടി വാങ്ങി ചെയ്യുന്നില്ലേ? അത് നീ പേന ചീറ്റാക്കിട്ടല്ലേ? ഞാൻ എന്തെങ്കിലും എടുത്താലേ കുഴപ്പമുള്ളൂ. ഹായ് ബാപ്പ. വെപ്രാളം കാട്ടാടാ മോനെ. ഓ, ആ എന്നാ ആപ്പിള് എനിക്ക് വേണം. എനിക്ക് തന്നാ മതി. നോക്കി കറിയാതെ വാ. എനിക്ക് തന്നാ മതി. എനിക്ക് തന്നാ മതി. അവൾ ഇപ്പോഴും കൊച്ചു കുട്ടിയാന്നാ വിചാരം. ഹായ്. നസീമ ഇങ്ങനെ നിർത്തിയിരുന്നാ മതിയാ? ആലോചിക്കാം.
ഇവിടെ ആരുമില്ലേ? ആ ഇതാരും ലത്തീഫ? എന്ത് പൊതിയൊക്കെ ആയിട്ട്? ഇറച്ചിയാ. നസീമ എന്താ എന്നെ കണ്ടിട്ട് അകത്തേക്ക് ഓടിക്കളഞ്ഞത്? മനുഷ്യരെ കണ്ടിട്ടില്ലാത്തതുപോലെ. ഏയ് അവളെ കണ്ടില്ലായിരിക്കും. നസീമ, ദേ ഇതങ്ങ് വാങ്ങിച്ചേക്ക്. കയറിയിരിക്കണില്ലേ? ഇല്ല, പോയിട്ട് കാര്യമുണ്ട്. അവനൊരു അറിവുകാരനാണെങ്കിലും ഹൃദയമുള്ളവനാ. ആവശ്യത്തിന് സമ്പാദ്യമുണ്ട്. പിന്നെന്താ? എനിക്ക് വേണ്ട. നീ ബാപ്പ പറയണത് അങ്ങോട്ട് അനുസരിച്ചേച്ചാ മതി. എനിക്ക് തീരെ ഇഷ്ടമല്ല. അയാളെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ. കൊച്ചിനെ ഇന്ന് ട്യൂഷൻ മാസ്റ്റർ വരില്ലേ? ഇല്ല. നീ ആരാണ് എന്റെ കല്ലെടുത്തെറിഞ്ഞത്? അത്രയ്ക്കാണ് നിന്നെ ശരിയാക്കും. വാ. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ. നദിയുടെ പേര് ഓർമ്മയില്ല, നദിയുടെ പേര് പോയി റബ്ബർ എടുത്തോണ്ട് വന്നേ. പഴയ പോണവരെ കല്ലെടുത്തറിയാൻ വേണ്ടിയാണ് കുട്ടികളെ തെറ്റാണി കൊടുത്തിടുന്നത്. ഇത് കണ്ട, ഇവിടുത്തെ ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാറുന്നത്. എന്റെ സ്വഭാവം അനുസരിച്ച് അവർ നേരെ നടന്നു തരേണ്ടതല്ല. പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തണം, കേട്ടാ? നീ എന്തിനാണ് അയാളെ എറിഞ്ഞത്? എന്തിനാണെന്ന് പറയടാ. എന്തിനാണ് അയാളെ എറിഞ്ഞത്? നീ വല്ലവന്റെ വായിരിക്കുന്ന കേൾപ്പിക്കുമല്ലേ? എന്തിനാണെന്ന് നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കും. പെട്ടെന്ന് തള്ളക്കളി ഇപ്പൊ വരും.
കൊച്ചനെ എന്തിനാ ലത്തിഫിക്കായ തെറ്റാലി കൊണ്ടടിച്ചേ? ഞാനയാളെ അടിച്ചൊന്നുമല്ല, ഉന്നം തെറ്റിച്ചെന്ന് കൊണ്ടതാ. ഉന്നം തെറ്റിക്കൊണ്ടതൊന്നുമല്ല, എനിക്കറിയാം എന്തിനാ അടിച്ചതെന്ന്. കൊച്ചനിക്ക് ഇത്താത്ത അത്ര ജീവനല്ലേ? വിശക്കുന്നു, കാപ്പി എടുക്ക്. നീ പോയി എടുത്തു കഴിക്കേ, എനിക്കിപ്പോ നേരമില്ല. അങ്ങനെ ഇപ്പൊ പോണ്ട. ഈ ചെറുക്കൻ എന്നെ കൊല്ലും. നിൽക്കവിടെ. നേരെ അടുത്തത് 4 ആയിരിക്കും. പോങ്കി ഔട്ടായനെ. നോക്കി എറിഞ്ഞൂടെ? സാരമില്ല, നോക്കി എറിഞ്ഞൂടെ സുമാം. മതി കളിച്ചത്, പോയി കുളിക്കേ. ആ ഇതാര്? കാണാറേ ഇല്ലല്ലോ. വരൂ വരൂ വരൂ. കാണാൻ തരപ്പെട്ടില്ല. കടയൊക്കെ പൂട്ടിയോ? ആ പൂട്ടി. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഞങ്ങളെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. എന്ന് വെച്ചാൽ സാർ ഉദ്ദേശിച്ച തന്നെ. നാട്ടിലേക്ക് മടങ്ങാതെ കഴിയില്ല. ഞങ്ങളുടെ വേരൊക്കെ അവിടെയല്ലേ. പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നു, അതാ. കഷ്ടമായി പോയല്ലോ നാസറിന്റെ പാപ്പ. എന്താ നാസറേ, ഞങ്ങളെയൊക്കെ വിട്ടുപോവാണോ? ഇരിക്കെ, ഞാനിപ്പോ കാപ്പി എടുക്കാം. വെളുപ്പിനുള്ള വണ്ടിക്ക് പോവും. രാവിലെ പോവും. അതെ. സ്കൂളിൽ ചേർന്നു. കൊച്ചിനെ കുളിക്കാൻ വിളിക്കണോ? ആഹാ, ഇത് നീ എടുത്ത് വെച്ചിരിക്കായിരുന്നല്ലേ? അതാ അമ്മ നോക്കിയപ്പോ കാണാത്തെ. ഇങ്ങോട്ടിട്. കൊച്ചിനെ വാതിൽ തുറക്കാനാ
കളഞ്ഞു ഓടാതടാ, പനി പിടിക്കും. ഇതാ അവിടെ നിൽക്കാൻ. അടിക്കല്ലേ അവിടെ നിൽക്കണം. അടിക്കല്ലേ അച്ഛാ, അവിടെ എന്നെ അവിടെ അടിക്കല്ലേ. നിൽക്കാൻ. അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാൻ. അടിക്കല്ലേ. മോനെ, കൊച്ചിനി കൊച്ചിനി, മോൻ സ്വപ്നം കണ്ട് പേടിച്ചോ? എന്തു പറ്റി മോനെ? നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഓ, അത് സാരമില്ല. 2 ദിവസം വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നോളൂല്ലോ. പനിക്കുള്ള ഗുളിക ഇരിപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തുകൂടെ? മോനെ, മോനെ,
മോനെ ഈ ഗുളികയും കഴിച്ചേച്ച് കിടന്നുറയ്ക്കൂ. പനിയൊക്കെ മാറും. മോൻ ആ ഗുളിക കഴിക്കൊന്നുമില്ല, അങ്ങ് കഴിച്ചാ മതി. മോൻ കിടക്ക്, അമ്മ ദാ വരുന്നേ. മോനെ, കൊച്ചനി എഴുന്നേക്ക, കാപ്പ് കുടിക്കാം. ദാ മോള് പോകുമ്പോ എന്റെ ലീവ് ലെറ്റർ കൂടെ കൊണ്ടുപോണേ. മോന് സുഖമില്ലാത്തോണ്ടാ വരാത്തതെന്ന് പറയണം. എങ്ങനെയുണ്ട് പനിയൊക്കെ? ഇനിയിപ്പോ സ്കൂളിലൊന്നും പോകണ്ടല്ലോ, സുഖമായിട്ട് കിടക്കാം. കുറെ കൂടെ ചാടി മറിയത്തെന്ത്? ഇതാ ലീവ് ലെറ്റർ, ഇതുകൊണ്ട് കൊടുക്ക്. ഇതാ, ഈ ഗുളിക കൊടുത്താ മതി. കട്ടിയാഹാരം ഒന്നും കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മോളെ, കുറച്ച് ചൂടുവെള്ളം എടുക്ക്. ഞാൻ പോയിട്ട് വരാം. കഴിക്ക്. അമ്മേ, ഞാൻ പോണു. കഴിച്ചോ?
മുത്തശ്ശി മോനെ, കൊച്ചിനെ, മോനെ, ഈശ്വര, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? കട്ടിട്ടില്ല. മോനെ, മോനെ, മോനെ എന്തൊക്കെയായി പറയുന്നത്? മോനെ, തൽക്കാലം ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. പക്ഷെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അല്പം ചൂടുവെള്ളം കൊണ്ടുവരും.
ഞാൻ ഇറങ്ങും. കുട്ടിയെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശരി. ഒന്ന് വേഗം വന്നേ. ഛർദ്ദിച്ചു. പോലെ ചതിക്കുകയായിരുന്നല്ലോ. നീ പോയി ഡ്രസ് മാറിയിട്ട് വാ. മോളെ ആ തോർത്തിങ്ങെടുക്ക്. പൊന്നു മോനെ.